ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ബയോളജിയിലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ ഫംഗ്ഷൻ എഴുതാനും സ്റ്റെപ്സ് എഴുതാനും ഒക്കെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിലും പബ്ലിക്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാവശ്യം ചോദിക്കാമല്ലോ. അപ്പം എന്തായാലും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 യൂസസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്. ഇതും കഴിഞ്ഞ 2 വർഷങ്ങളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഡിഫൈൻ പോളിനേഷൻ. പിന്നെ ചോദിച്ചേക്കുന്ന ലിസ്റ്റ് ഔട്ട് എനി 3 പെക്യുലാരിറ്റീസ് സീൻ ഇൻ പ്ലാന്റ്സ് വിത്ത് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവർ. അപ്പം ഇത് 2022 വിൻഡ് പോളിനേറ്റഡ് ഫ്ലവറിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതാൻ ചോദിച്ചു. അതുപോലെ തന്നെ ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവറിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതാൻ 2023 ചോദിച്ചു. അപ്പം വിൻഡ് പോളിനേറ്റഡ് ഫ്ലവർ, ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവർ, അതുപോലെ തന്നെ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ, അതൊക്കെ ആ പോളിനേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്, കൺസ്ട്രക്ട് എ സ്യൂട്ടബിൾ എക്കോളജിക്കൽ ഫ്രം ദ ഗിവൻ ഡേറ്റ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ 3 ടൈപ്സ് എക്കോളജിക്കൽ പിരമിഡിൻ്റെ 3 ടൈപ്സ് എഴുതാനും അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു ഡേറ്റ തന്നിട്ട് അതിൻ്റെ അനുയോജ്യമായിട്ടുള്ളൊരു പിരമിഡ് വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു എക്കോളജിക്കൽ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നെയിം ദ എൻസൈം യൂസ്ഡ് ടു ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ് ഇൻ RNA ടെക്നോളജി. ഇത് 2022-23 ചോദിച്ചത് കൊണ്ട് ഞാൻ എഴുതിയെന്നുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഇതും പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റിംഗും ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഗ്രാഫ് എന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് കർവ് A-B എന്ന് അടയാളപ്പെടുത്തിയിട്ട് അതെന്താണെന്ന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ Kയും Rയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെയും ചോദിക്കാം, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഫ്ലോ ചാർട്ടും ചോദിക്കാം. അപ്പം ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ചിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ബോട്ടണി റിപ്പീറ്റിംഗ് ആയിട്ട് കണ്ടിട്ടുള്ളത്, ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളത്. നമുക്ക് സുവോളജി നോക്കാം. സുവോളജിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 4 മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മിക്ക ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സെയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പബ്ലിക്കിലും കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഈ ആൽക്കഹോളിൻ്റെ ഡ്രഗ് അബ്യൂസിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ചോദിക്കാം. അതും ഞാൻ പല ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫ്ലോ ചാർട്ട് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, അതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ ഫ്ലോ ചാർട്ട് ഓഫ് എവല്യൂഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ കാസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, മെൻഷൻ ദ 2 മേജർ അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്. ഇത് ഞാൻ പല ചോദ്യ പേപ്പറിന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റിൻ്റെ ലോസ് 4 എഴുതാൻ ചോദിക്കാം. അതുപോലെ തന്നെ 2 മേജർ അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഏതാ ഇൻസിറ്റു എസിറ്റു എന്ന് പറഞ്ഞ കൺസർവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇത് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകുക. പിന്നെ നിങ്ങൾ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിയിട്ട് പോവുക. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടൂണർ സിൻഡ്രോത്തിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് പോകേണ്ടതാണ്. കാരണം ഈ ഒരു ടൈപ്പ് പല മോഡലിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റായിട്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഡയഗ്രാം, ലാക്കോപ്പറിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് അത് നിങ്ങളെ വരയ്ക്കാനും അത് അടയാളപ്പെടുത്താനും ഒക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ DNA റെപ്ലിക്കേഷൻ നോക്കിയിട്ട് പോകണം. അപ്പം ഇതൊക്കെയാണ് സുവോളജി ബോട്ടണിയിലേക്ക് റിപ്പീറ്റിങ്ങും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.